ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും അതേ മോഡലിലുള്ള ഫോൺ തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. ഇനി ഒരു കാറാണ് നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും അതേ മോഡലിലുള്ള അതേ കളറിലുള്ള കാറായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബ്രെയിനിലുള്ള റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ റാസ്. അപ്പോൾ ഈ റാസ് എന്താണെന്നല്ലേ? ഇത് നമ്മുടെ ബ്രെയിനിലെ ഒരു അറ്റൻഷൻ ഫിൽറ്ററാണ്. അതായത് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിലേക്ക് ഈ റാസ് എന്ന് പറയുന്ന സംവിധാനം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രശ്നങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അവസരങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലോ അവസരങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ മറ്റുള്ളവർ സ്കിപ്പ് ചെയ്തു പോകുന്ന പല അവസരങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ ഉടക്കിക്കൊണ്ടേയിരിക്കും. ഇനി ആത്മാർത്ഥമായിട്ട് ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റ് പലരും കാണാത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒഴിവുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ ഉടക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കാണുകയും അതിനെപ്പറ്റി നിരന്തരമായി ചിന്തിക്കുകയും അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, എന്താണ് നമുക്ക് വേണ്ടത് അതൊരു ലക്ഷ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക, അത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുക. എങ്ങനെ? ചിന്തകളിലൂടെ. അതിലേക്ക് മാത്രമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്. സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തും സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊരു അഫർമേഷനായിട്ട് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ അഫേം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇനി ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ ഇനി ഏതെങ്കിലും ജോബോ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.